നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വരുന്നുണ്ട്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാർപ്പിച്ചേക്കണം. വാ വാ. ഇതാരടി? പ്രേമിച്ചു. അതൊക്കെ മനസ്സിലായി. ഇവിടെ എന്താന്നാ ചോദിച്ചത്? കുറച്ചു ദിവസം പ്രേമിച്ച് ഇവിടെ കാണും. ഇവിടെയോ? അതെന്താ, ഇവർക്ക് വേറെ വീടില്ലേ? ഉള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണോ? ഇറക്കി വിട്ടൊന്നുമല്ല, ഇറങ്ങി പോന്നതാ. ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. എനിക്കെന്തിനാ നിങ്ങളുടെ സമ്മതം? ഇത് എന്റെ വീടല്ലേ. എന്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നു. അതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവരെ ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ തിരിച്ചു പൊയ്ക്കോളാം ദേവികെ. ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ചേച്ചി ഒന്നും മിണ്ടായിരിക്കെ. ചേച്ചി എങ്ങോട്ടും പോയില്ല. ഇത് ഇവരുടെ വീടൊന്നും അല്ല കിടന്ന് ചാടാ. മറ്റുള്ളവർ മുമ്പ് വെച്ച് സ്വന്തം ഭർത്താവിന്റെ അമ്മയും വീട്ടുകാരെ അപമാനിക്കുന്നത് ശരിയാണോ? ശരിയും തെറ്റൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. വഴിപോക്കണേ ആ സ്ഥാനത്തങ്ങ് നിന്നേച്ചാ മതി. വീട്ടുകാരനാവണ്ട. ഈ വീട്ടിൽ ഇവൻ താമസിക്കുന്നുണ്ടല്ലോ. ഇവൻ ആരാ? ഇവന് താമസിക്കാമെങ്കിൽ ചേച്ചിക്കും താമസിക്കാം. ഇവനെ പോലെയാണോ ഇവര്? ഇവനെന്താ പ്രത്യേകത? കൊമ്പുവല്ലോ ഉണ്ടോ? ഇവൻ നിത്യ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ചേച്ചി വന്നേ, ആരാ തടയാൻ? ഞാൻ നോക്കട്ടെ. വഴിന്ന് മാറടാ, അല്ലെങ്കിൽ നീ വീണ്ടും അകത്ത് കിടക്കും. മാറ അങ്ങോട്ട്. വാ ചേച്ചി. ഇങ്ങനെയാണോ തടയുന്നത്? ഒട്ടും ഏരിയയും പുളി ഉണ്ടായിരുന്നില്ല. ഞാനൊരു വലിയ ബഹളാ പ്രതീക്ഷിച്ചത്. ഒച്ചപ്പാടുണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ. പിന്നെ തോന്നി അങ്ങനെ ചെയ്താ അത് നിന്നെ ബാധിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ വഴങ്ങിയത്. ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലേ മോളെ? മോശമായിപ്പോയി. അവര് പറഞ്ഞ കേട്ടിട്ടാണോ? അതൊന്നും അവരുടെ അഭിപ്രായമൊന്നും അല്ല ചേച്ചി. എല്ലാം അവനുണ്ടാക്കുന്നതാ ശരത്ത്. അതല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവര് പാവങ്ങളാ ചേച്ചി. ഇപ്പൊ അവന്റെ വലയിലാന്ന് മാത്രം. ചേച്ചിക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉണ്ടാവാതെ ഞാൻ നോക്കിയാ പോരെ. ഹലോ, അമൃതരാമോളെ, പ്രേമയുണ്ടോ കൂടെ? ആ ഉണ്ടല്ലോ ഏട്ടാ. ഒന്ന് കൊടുക്കാവോ? ആ പ്രേമിച്ചി അമൃതേട്ടന. ഹലോ. നീ എന്ത് പണിയാ കാണിച്ചത്? അവൾ അങ്ങനെ ചെയ്തു കരുതി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാണോ വേണ്ടത്? ഞാൻ പിന്നെന്ത് വേണം? രണ്ടുപേർക്ക് വീശി കൊടുത്തോണ്ട് അവിടെ ഇരിക്കണമായിരുന്നു. അവള് കാണിച്ച വൃത്തികേടല്ലേ അമൃതേട്ടാ. അതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. അവള് കാണിച്ചത് തോന്നിയസം തന്നെയാ. എന്ന് വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്താൽ ആർക്കാ നഷ്ടം? ഞാൻ ലാഭവും നഷ്ടവും ഒന്നും നോക്കുന്നില്ല. അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയൊന്നും പറയല്ലേ പ്രേമി. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. നീ എടുത്തു ചാടി തീരുമാനമൊന്നും എടുത്തു കളയല്ലേ. അവൾ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സിദ്ധു ഇല്ലാത്ത നേരത്തെ മറ്റവനെ കൊണ്ട് അവിടെ വന്നു പറഞ്ഞ അവളെ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് അടങ്ങ്, നമുക്ക് വേണ്ടത് ചെയ്യാം. പിന്നെ
അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഇല്ല. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ഓ ശരി. നമ്മളെ അവൾക്ക് ഇങ്ങനൊരു വശമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ചേച്ചി. ഇനി തീരുമാനം എടുക്കേണ്ടത് സിദ്ധുവാ. സിദ്ധു വേണ്ടത് ചെയ്തോളും. ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം. ഇനി അവളെങ്ങാണോ എന്റെ മുമ്പിൽ വന്നാലുണ്ടല്ലോ, ഞാൻ അവളെ കൊല്ലും.